പൊളിച്ചില്ലേ. ഫ്രണ്ടിലോട്ട് കയറി പോരല്ല വണ്ടി, ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട്. ഇത് കേട്ടോ റിവേഴ്സ് പോകുന്ന സ്ഥലം കേട്ടോ, ഒരു 2 കിലോമീറ്ററോളം റിവേഴ്സൊക്കെ വെച്ചോണ്ടിരിക്കുക. നമ്മളെ തോപ്പിക്കാൻ പറ്റുമോ? റിവേഴ്സ് ക്യാമറ നോക്കിയുള്ള ഡ്രൈവിങ്. നമ്മുടെ റിവേഴ്സ് പരീക്ഷണത്തിന് ശേഷം നമ്മുടെ വണ്ടി വിജയകരമായി വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ റിവേഴ്സ് വന്ന്. സോ 4-8 പണി കിട്ടി. ഇനി മനസ്സിലാക്കിയിരിക്കുക എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നവർ. ഇതുപോലത്തെ പ്രത്യേകിച്ച് ഇതുപോലത്തെ വലിയ വണ്ടികൾ, അതായത് 2600 cc 2500 cc വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വണ്ടി പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും റിവേഴ്സ് ഇത്രയും ദൂരം ഓടിച്ചുകൊണ്ട് വരരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഹീറ്റാവും. കാര്യം വെച്ചാൽ ഇത്രയും വലിയ വണ്ടിയുടെ മൊത്തം ലോഡും എഞ്ചിനകത്ത് വരുവാണ്. കുറച്ച് സമയത്തേക്ക് കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് സമയം ലോഡ് എടുക്കുമ്പോഴേക്ക് എഞ്ചിൻ ഓവർ ഹീറ്റ്. അത് മാത്രമല്ല വണ്ടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ എയർ വണ്ടി കൂടെ കാറ്റ് കയറിയിട്ട് റേഡിയേറ്ററിനെ കൂടുതൽ തണുപ്പിക്കും. പക്ഷേ പുറകോട്ട് പോകുന്ന സമയത്ത് അങ്ങനെയല്ല, എൻജിൻ ഓവർ ഹീറ്റ് ആവും. ഇപ്പോൾ നമ്മുടെ പമ്പിൻ്റെ ഗ്യാസ്കറ്റ് തള്ളിപ്പോയി. ജെറുസലേമിൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ അവരെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്. സംഭവം അടിപൊളിയായിരുന്നെങ്കിലും കാശ് കുറച്ച് കിട്ടും. നമ്മുടെ വണ്ടി റെഡി ആയിട്ടോ, നമ്മൾ പോകാൻ തുടങ്ങാണ്. കറക്റ്റ് സമയത്ത് സുബിനും ജയ്സനും ഓടി വന്ന്. നമ്മളെല്ലാവരും എപ്പോഴും പറയാറുണ്ട്, ഇസ്രായേൽ എന്നല്ല, ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്ത് ഏത് സുഹൃത്താണ് ഉപകാരപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇതുപോലുള്ള വള്ളി പരിപാടിക്ക് ഇറങ്ങുന്ന ആളുകൾ നന്നായിട്ട് കീപ്പ് ചെയ്യുക. താങ്ക് യു.